നമുക്കിന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാം. ആദ്യമായിട്ട് മല്ലി, മുളക്, പരിപ്പ്, ഉഴുന്ന്, ഉലുവ, കുരുമുളക്, പച്ചരി, കായം കൂടെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായം വറുക്കാനിടാം. കായം നല്ലപോലെ വറുത്തതിന് ശേഷം ഞാനിവിടെ LG കായമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. കായം നല്ലപോലെ പൊട്ടി നന്നായി വറന്ന് വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാനും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. നന്നായി വറുക്കാം. നമുക്ക് കായമൊക്കെ നന്നായി വറന്ന് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ 1 കപ്പ് ഉണക്കമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി വറുക്കാം. നല്ലപോലെ മുളക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മല്ലിയും മുളകും 1 കപ്പ് വീതമാണ് എടുക്കുന്നത്. മല്ലി നന്നായി വറുത്ത് അതും മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് 1/4 കപ്പിലും കുറവ് പച്ചരി, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, 1 പിടി കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം നന്നായി മൂത്ത മണം വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും മുളകും കായവും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ആദ്യം ഒന്ന് പൾസ് ചെയ്ത് പിന്നെ കുറച്ച് നന്നായി നല്ലപോലെ പൊടിക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി പൊടിക്കാം. നമ്മുടെ സാമ്പാർ പൊടി തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ഒരു ചെറിയ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചാൽ മതി. കുറേ